ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ട്രിപ്പിന്റെ മൂന്നാമത്തെ ഡേ ആണ്, ലാസ്റ്റ് ഡേ. അപ്പോൾ ഇവർക്ക് സീറ്റിലിരുന്ന് മടുത്തോണ്ടാണ് കേട്ടോ ഇവർ തറയിലിരുന്ന് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ കുളിച്ച് റെഡിയായി നമ്മുടെ റൂമിനോട് ബൈ ബൈ പറഞ്ഞ് ബാഗെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ പോവാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചിത്രദുർഗ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോട്ടയുടെ ഉൾവശമാണ്. അതിന്റെ അകത്ത് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പൊ ചിത്രദുർഗ എന്ന് പറയുന്നത് ചിത്രദുർഗ ജില്ലയിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഈ ഒരു കോട്ട. അപ്പൊ പണ്ട് ഇതിനെ ബ്രിട്ടീഷുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നത് ചിറ്റൽ ദുർഗ് എന്നാണ്. ശരിക്കും ഇതിന്റെ മീനിങ് ചിത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിത്രം, ദുർഗ എന്ന് പറഞ്ഞാൽ കോട്ട. അപ്പൊ അങ്ങനെയാണ് ചിത്രദുർഗ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേരിലേക്ക് ഒരു കോട്ടയുടെ മുൻവശത്തും പിൻവശത്തും ആയിട്ട് കുറേ പ്രവേശന കവാടങ്ങൾ ഉണ്ട് എന്നാ പറയുന്നത്. ഇതിന്റെ മുൻവശത്ത് ഏകദേശം ഒരു 19ഉം അതിന്റെ ഇരട്ടി കവാടങ്ങളാണ് ഇതിന്റെ പിൻവശത്തായിട്ടുള്ളത് എന്നാ പറയുന്നത്. പിന്നെ അതുപോലെ 4 അദൃശ്യ പാതകള് പിന്നെ എന്താണ് ഇവിടെ ഉണ്ട്. അതുകൂടാതെ 35ഓളം രഹസ്യ അറകൾ ഇതിൻ്റെ അകത്തുണ്ട് എന്നാ പറയുന്നത്. പിന്നെ 100 കണക്കിന് പിന്നെ എന്താണ് ഗോപുരങ്ങൾ, നിരീക്ഷണ ഗോപുരങ്ങളും ഈ ഒരു കോട്ടയ്ക്ക് അകത്തുണ്ട് എന്നാ പറയുന്നത് കേട്ടോ. പക്ഷെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗുഹയുടെ അകത്താണ് കേട്ടോ. ഭയങ്കര തണുപ്പായിരുന്നു അതിൻ്റെ ഉള്ളിൽ. പക്ഷെ നമുക്ക് കുറെ അങ്ങോട്ട് പോകുമ്പോൾ ഇരുട്ടലായതുകൊണ്ട് ചെറിയൊരു ഭയം ഉണ്ടാവും. പിന്നെ നമ്മളിങ്ങനെ മണങ്ങിയിട്ടാ പോകണ്ടേ. അപ്പൊ അതുകൊണ്ട് ചില പോകുന്നതിൻ്റെ ഒരു ഫിസിക്കലി ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. പക്ഷെ ഈ ഒരു പുറത്ത് ഇങ്ങനെ ഒരു വെയിലെല്ലാണെങ്കിലും ആ ഗുഹയുടെ അകത്തിരിക്കുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ, നല്ല തണുപ്പായിരുന്നു. ലീവ്സ് ഇത് കണ്ടപ്പോൾ ഡോറാബുജിയിൽ കുറെ മലകളും കുന്നുകളെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഓളെങ്ങനെയാ പറയുന്നത്, ഇത് ഡോറാബുജി പോകുന്ന മലയാണെന്ന് അവള് പറഞ്ഞുണ്ടായിനി. അപ്പോൾ ഈ ഒരു കോട്ട ഉണ്ടല്ലോ, നമ്മളെ കർണാടകയിലെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വേദാവതി എന്ന് പറഞ്ഞിട്ടുള്ള നദിയുടെ തീരത്തായിട്ടാണ് ഈ ഒരു കോട്ട കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു എന്താണ് ചരിത്രവും ഇതിഹാസവും ഒക്കെ പിന്നുള്ള ഈ ഒരു കോട്ടയില് പറയപ്പെടുന്നത് മറ്റേ നമ്മളെ മഹാഭാരതത്തിലെ ഹിഡുംബനും ഹിഡുംബിയും ഇല്ലേ, അവര് താമസിച്ചിരുന്ന അവരുടെ വാസസ്ഥലമായിരുന്നു എന്നും ഈ ഒരു കോട്ട പറയപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഒക്കെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നടന്ന് പോകുമ്പോഴാണ് കുറച്ച് ഫാമിലീനെ കണ്ടത്. കുറേ കുരങ്ങന്മാരുണ്ടായിട്ട് അവര് നല്ല രസമുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നുണ്ട്, നോക്കിയ പേനെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്, ഫീഡ് ചെയ്യുന്നുണ്ട്. അവർ പരസ്പരം ഭയങ്കര സ്നേഹത്തോടൊക്കെ ഇരിക്കുന്നത് കണ്ടു. പാവം കുരങ്ങന്മാരാണ്, നമ്മൾ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ വലിയ വലിയ പാറക്കെട്ടുകളാണ്. ഇതിന്റെ പണിയൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പൊ ഈ ഒരു വഴി കണ്ടോ, ഇത് അതിന്റെ ടോപ്പിലേക്ക് പോകാനുള്ള വഴിയാണ്. അപ്പൊ നമ്മളെ കൂട്ടത്തിലെ കുറച്ച് പേരൊക്കെ ശ്രമിച്ചുവെങ്കിലും ഭയങ്കര ചൂടാണ്. കാരണം പാറയിൽ നല്ല ചൂടാണ്. അപ്പൊ ഇങ്ങനെ തൊട്ട് പോകണം. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ താഴേക്ക് തന്നെ ഇറങ്ങി വന്നു കേട്ടാ. അങ്ങനെ ഞങ്ങള് ബസ്സിൽ കയറിയിരുന്നു, ഫുഡെല്ലാം കഴിച്ചു. ഇത് ഇവര് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തൊരു സാധനമായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിന്റെ പാട്ട് ബാക്കിൽ കൊടുക്കണമെന്ന്. പക്ഷെ കോപ്പിറൈറ്റ് എന്നെ ചതിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പാട്ട് കൊടുക്കാത്തതാണ്. നമ്മളെ അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി ആ പാട്ടിനാണ് കേട്ടോ ഇവര് പെർഫോം ചെയ്യുന്നത്. കുറെ കോസ്റ്റ്യൂം എല്ലാം ഇട്ടിട്ട് നല്ല രസമായിരുന്നു, നല്ല കോമഡി ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ് മരുമോൻ ഗൾഫിൽ നിന്ന് വരുന്ന പോലെയും അങ്ങനെയുള്ള കുറെ കോസ്റ്റ്യൂമിലെല്ലാം കുറെ ചേഞ്ച് വരുന്നതായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ട്. എപ്പോഴും ഇങ്ങനെ ഡാൻസും പാട്ടും സെയിം സാധനം തന്നെയല്ലേ. അപ്പോൾ ഇതുപോലുള്ള പെർഫോമൻസ് നമ്മളെ യാത്രകളെ കൂടുതൽ ഭംഗിയാക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി ഗൈസ്. നല്ല രസമാണ്. പക്ഷെ നമ്മളപ്പോൾ ഇല്ല, കുറച്ച് ഏജ് ആയ ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളെക്കാളൊക്കെ ഭയങ്കര എനർജറ്റിക് ആണ് അവർ. ശരിക്കും അവരെ ഈ ഒരു കൂട്ടായ്മ വെച്ചാൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ യാത്രകൾ പോകുന്നവരാണ്. അപ്പോൾ നമ്മളെക്കാളും യാത്രകൾ പോയി എക്സ്പീരിയൻസ് ഉള്ളവരാണ്. നമ്മളെക്കാളും നല്ല ഉഷാറുണ്ട് എന്നാണ് എനിക്ക് പറയാനില്ല. നമുക്ക് അങ്ങനത്തെ ഒരു പ്രായം, ചെറുതാണ് വലുതാണ് അങ്ങനത്തെ ഒരു പ്രായത്തിൻ്റെ ഒരു ഫീലേ ഉണ്ടായിട്ടില്ല. അവരുടേതായിട്ടുള്ള കഴിവുകൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. നമ്മളും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സാധനമേ അല്ല. പക്ഷെ നമ്മളിങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ അവരെ അഭിനയവും ആക്ടെല്ലാം കണ്ടിട്ട് ശരിക്കും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മൈക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണത്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് എവിടെയാണെന്നറിയോ? നമ്മളിതൊരു പ്ലാനിലില്ലാത്തൊരിതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഒറ്റൊരു സ്ഥലത്തേക്ക് മാത്രമല്ല പോയിട്ട്, അതുകൊണ്ട് ഒരു മനസ്സിനൊരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശൃംഗേരി അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ രാത്രിക്ക് അന്നദാനമൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കുറച്ച് പേർക്ക് ഭക്ഷണം അവിടെ നിന്ന് കഴിക്കണം എന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടായിട്ടാകുമ്പം നമ്മൾ ആ ഒരു അമ്പലത്തിലെ ഉള്ളിലൊക്കെ കണ്ടു. നല്ല രസമാണ്. രാത്രിയിൽ നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഏകദേശം അതെല്ലാം കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം എനിക്ക് ചോറ് അത്ര നമുക്ക് വലിയൊരു ഇതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചു, നമ്മളെ ഫാമിലി മാത്രം. പൊറോട്ടി, നോൺ വെജ് ഒന്നും ഇല്ല കേട്ടോ. ഇതെല്ലാം എന്താണ് ഗോബി മഞ്ചൂരിയൻ, പിന്നെ മഷ്റൂം, അങ്ങനെയാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ശൃംഗേരി ടെമ്പിളിൽ വന്നിട്ടുണ്ട്. വലിയ ടെമ്പിളാണ് കേട്ടോ. അതിൻ്റെ ഇത് കമാന അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഇനി നമ്മൾ പുറത്തോട്ട് പോവാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ വരുമ്പോൾ കുറേ ചന്തയെല്ലാം ഉണ്ടായിന്, കുറേ ടോയ്സും അങ്ങനത്തെ എല്ലാം ഉണ്ടായിന്. നമ്മൾ വല്ല പർച്ചേസ് ചെയ്യാൻ, ഫുഡെല്ലാം കഴിച്ച് വയറെല്ലാം നിറച്ച് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ എല്ലാം പൂട്ടിയിട്ട് അവസാനം ഇത് മാത്രമേ ഉണ്ടായിട്ടു. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി. പിന്നെ ഇപ്പം പോയ യാത്രയിൽ കുറേ സ്ഥലങ്ങൾ കണ്ടു. അവിടെ ഒന്നും ഈ പർച്ചേസിൻ്റെ ഏരിയ ഒന്നും അല്ല. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു തൂക്കുപാലത്തിലേക്ക് പോവാന്നിട്ട്. ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്. ഒരു മനുഷ്യൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ ഞങ്ങളൊരു കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് കരുതി ഒന്ന് റിസ്ക് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മൾ കുറച്ച് പേര് മാത്രമേ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളൂ. ഇതങ്ങുന്നുണ്ട് കേട്ടാ. കുഞ്ഞി സെന്ററില് കൊറേ ആള് വന്നാ നല്ലോണം അനങ്ങും അല്ലേ. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട, എന്നിട്ട് അവിടെ നിക്ക. ഇത് നമ്മോ ഒന്നിച്ച് നടക്കുമ്പോ അനങ്ങുന്നു കുറച്ച്. പ്രാവ് വവ്വാലാ എവിടെ പൊട്ടിയത്? പൊട്ടിയത് അതുകൊണ്ടായിരിക്കോ ഇനി ആൾക്കാരില്ല വരാത്ത. അതൊന്നും നായി കുറക്കുന്നു. പോവാ. സീരിയസ്ലി അങ്ങനല്ല, ആ മരത്തിലില്ലെന്ന്. എന്ത് പക്ഷി? ഇനി ഞങ്ങൾക്ക് പേടിയില്ലാന്ന്. ഇനി അങ്ങനെ ഇങ്ങോട്ടുള്ളത് എന്തെന്ന്? ആന്ധ്രാപ്രദേശ തൂക്കുപാലത്തിന്റെ അറ്റ ആന്ധ്രാപ്രദേശ്. അപ്പം അങ്ങനെ ഞങ്ങളെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പോണോ വേണ്ടോ ചിന്തിച്ചൊരു ട്രിപ്പായിരുന്നു ഇത്. ബോറടിക്കുമോ എന്നൊക്കെ വിചാരിച്ചു. ഞങ്ങൾ മാത്രമല്ലല്ലോ, ബാക്കിയെല്ലാം അറിയാത്തവർ. പക്ഷേ സത്യം പറഞ്ഞാൽ യാത്ര നന്നായിരുന്നു. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരുന്നു തോന്നുന്നുണ്ട്, പിന്നെ വീഡിയോസ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ. അപ്പോൾ ഏതായാലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്ക് ചാച്ചാ ബൈ ബൈ.